സമൃദ്ധിയുടെ പൊൻപുലരിക്കായി മലയാളക്കര വിഷു ആഘോഷിച്ചപ്പോൾ നമ്മുടെ വനിതാ സഹോദരങ്ങളിൽ കുറച്ചുപേർ സെക്രട്ടേറിയറ്റ് നടയിൽ അതിജീവിക്കാനുള്ള പെടാപ്പാടിലാണ്. ആശാസമരം 63-ാം നാളിലാണ്. കാക്കിയണിയാൻ സ്വപ്നം കണ്ട കുറച്ചുപേർക്ക് പ്രതീക്ഷകൾ അറ്റുപോകാൻ ഇനി 5 നാളുകൾ മാത്രമേ ഉള്ളൂ. രണ്ട് കൂട്ടരെയും ആരും തിരിഞ്ഞു നോക്കുന്നേയില്ല. അതിദയനീയമാണ്. സെക്രട്ടേറിയറ്റ് കലുഷിതമായ ഒരു സമരവേദിയായിട്ട് ഇന്നിപ്പോൾ 2 മാസം പിന്നിടുകയാണ്. കേരള ആശാ ഹെൽത്ത് വർക്കർ അസോസിയേഷൻ്റെ സമരം ഒരു കോണിൽ കൂടെ മുൻപോട്ട് പോവുകയും അതേപോലെ തന്നെ WCPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ സമാന്തര സമരവുമായി ഇവിടെ തന്നെ ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഈ വിഷു ദിവസം കൂടെയാണ്, വീട്ടിൽ പോലും പോകാതെ ഈ മഴയത്ത് ഇവിടെ ഇരിക്കുന്ന ഒരു അവസ്ഥ അത് ആദ്യമായിട്ടായിരിക്കും ജീവിതത്തിൽ അനുഭവപ്പെടുക. എങ്ങനെ പറയാന്നറിഞ്ഞൂടാ, നല്ല സങ്കടമുണ്ട്. വീട്ടിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ അവർ പോലും ഇന്ന് സദ്യയാക്കിയില്ല. അമ്മ വിളിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു സദ്യയാക്കിയില്ല. അതിൻ്റെ സങ്കടമുണ്ട്. അവർക്ക് സങ്കടമുണ്ട്, എനിക്കത് പറയാനും വിഷമമുണ്ട്. ഈ വൈകുന്നേരം വരെ നല്ല വെയിലായിരുന്നു. ഇനിയിപ്പോൾ ഇതാ നല്ല മഴ പെയ്യാൻ പോകുന്നത്. ഈ മഴയത്തും വെയിലത്തും കിടക്കുന്നത് തന്നെ പ്രതീക്ഷ ഉണ്ടായതുകൊണ്ടാണ്. ആ പ്രതീക്ഷ തെറ്റിക്കൂല എന്ന് തന്നെയാണ് ഞങ്ങളിപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. 3-4 ദിവസമൊന്നും വേണ്ട, ഒരൊറ്റ ദിവസം മതി മന്ത്രിസഭാ തീരുമാനത്തിൽ നമുക്ക് വേക്കൻസി തരാൻ വേണ്ടിയിട്ട്. അടുത്ത ദിവസം മന്ത്രിസഭ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞായിരുന്നു. അപ്പോൾ അതിൽ വേക്കൻസി വരുന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ഇപ്പോഴുള്ളത്. സെക്രട്ടേറിയറ്റ് കണ്ണീരിൻ്റെ വേദിയായിട്ട് ഇന്ന് 64 ദിവസം പിന്നിടുകയാണ്. നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ വിഷുവൊക്കെ ഒരുക്കി ഇവിടെ തന്നെ കണി കണ്ട് ഉറങ്ങുന്ന തരത്തിലേക്ക് കേരള ആശാ ഹെൽത്ത് വർക്കർ അസോസിയേഷനിലുള്ളവരുടെ ജീവിതം മാറിയിട്ടുള്ളത്. അതായത് പൊതുവെ ആശാപ്രവർത്തകരുടെ ജീവിതം അങ്ങനെ മാറിയിട്ടുണ്ട്. എന്തായാലും 26 ദിവസമാണ് ഈ നിരാഹാര സമരം പിന്നിടുന്നത്. അതേപോലെ തന്നെ രാപ്പകൽ സമരം 64 ദിവസവും പിന്നിട്ടിരിക്കുകയാണ്. ഈ സമരത്തിൻ്റെ ആഴവും പരപ്പും പിണറായി വിജയനോ MA ബേബിക്കോ CPM-നോ ഒന്നും മനസ്സിലായിട്ടില്ല. അവരുടെ കാലിനടിയിലെ മണ്ണൊലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമരം പന്തലും പൊളിച്ച് പോയിക്കോളും എന്നാണ് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആൾക്കാർ വിചാരിക്കുന്നത്. പക്ഷേ ഈ ഗവൺമെൻറ്റാണ് പൊളിയാൻ പോകുന്നത്, ഈ സമരമല്ല. ഈ സമരം മുൻപോട്ട് പോകുന്നതല്ലാതെ അതിനെ സർക്കാർ കാണാനുള്ള ശ്രമം ഇതുവരെയും ഒന്നുമില്ല. നമ്മൾ ഈ കണ്ടതുപോലെ തന്നെ ഇന്ന് വിഷു ദിവസമാണ്. ഇവിടെ തന്നെയാണ് ഇവരുടെ വിഷു ആഘോഷവും. ഇവർ പറയുന്നത് പോലെ ഇവിടെ ഭരണത്തെ അട്ടിമറിക്കാനോ മന്ത്രിസഭ പിടിച്ചു കുലുക്കാനോ ഒന്നും വന്നവരല്ല. ഞങ്ങളുടെ ജീവിതം കുലുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ ആടി കൊലയാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കുറച്ച് വേതനം കൂട്ടിച്ചു വെച്ചത്. ഒരു ജനാധിപത്യ സർക്കാർ സ്ത്രീകളോട് എപ്പോഴും സ്ത്രീപക്ഷം പറഞ്ഞ് വനിതാ മതിലും രാത്രി നടത്തവും ഒക്കെ നടത്തുന്നവർ ഇങ്ങനെയാണ് സ്ത്രീകളോട് പ്രതികരിക്കേണ്ടത്, ഇങ്ങനെയാണ് പെരുമാറേണ്ടത്. ആരോട് വാശി കാണിക്കുന്നത്? സ്വയം നാശത്തിലേക്ക് പറയുന്നത് പോലെ. ഇപ്പം ഞങ്ങൾക്ക് അവസ്ഥ എന്ന് വെച്ചാൽ ഭസ്മാസുരന് വരം കൊടുത്ത അവസ്ഥയാണ് വോട്ടർമാർക്കുള്ളത്. ഇന്നത്തെ ഈ വിഷു ദിവസം ഐശ്വര്യത്തിൻ്റെ സമ്പൽ സമൃദ്ധിയുടെ ഒക്കെ ദിനമായി നമ്മൾ പറയുന്ന ദിവസം, അവരുടെ ദിവസം ഇന്ന് ഇവിടുത്തെ ഈ ഫുട്പാത്തിൽ തന്നെ കിടന്നുറങ്ങി വെയിലും മഴയും ഒക്കെ കൊള്ളാൻ വിധിക്കപ്പെട്ട തരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ക്യാമറമാൻ രാകേഷിനൊപ്പം ഗോകുൽനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.